ആദ്യ കപ്പലെത്തിയിരിക്കുന്നു. ഇത് ഈ നിമിഷത്തെ മാത്രം പ്രധാനപ്പെട്ട വാർത്തയല്ല, രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഈ വാർത്തയടക്കം വിശദമായി വാർത്താമഴ പരിശോധിക്കുന്നു. കാത്തിരിപ്പിന് വിരാമമിട്ട ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തുറമുഖത്തെത്തി. ടഗ് ബോട്ടുകൾ മദർഷിപ്പിനെ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. 4 ടഗ് ബോട്ടുകൾ ചേർന്ന് മദർഷിപ്പിനെ ബേർത്തിലേക്ക് അടുപ്പിച്ചു. ട്രയൽ റണ്ണും മദർഷിപ്പിനുള്ള ഔദ്യോഗിക സ്വീകരണവും നാളെ നടക്കും. സാൻ ഫെർണാണ്ടോ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങി. എസ് വിജയകുമാർ വിശദാംശങ്ങളുമായി. വിജയകുമാർ, ഇതൊരു അഭിമാന നിമിഷമാണ്, ചരിത്ര നിമിഷമാണ് രാജ്യത്തെ സംബന്ധിച്ച് തന്നെ. കപ്പൽ തീരം തൊട്ട ആ നിമിഷത്തെ നമുക്ക് ഒരിക്കൽ കൂടി എങ്ങനെ വിശദീകരിക്കാം? ഇപ്പോൾ ട്രയൽ റൺ നടക്കുകയാണോ? അനുജ, ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം പുറംകടലിൽ ഉണ്ടായിരുന്ന സാൻ ഫെർണാണ്ടോയെ രാവിലെയാണ് ഔദ്യോഗികമായി വിഴിഞ്ഞത്തേക്ക് ക്ഷണിക്കുക എന്ന ആ നടപടിക്രമം ഉണ്ടായത്. ഇവിടെ നിന്ന് തീരത്തു നിന്ന് പോയ ടഗുകൾ, 4 ടഗുകൾ അതിന് പുറംകടലിൽ ഏതാണ്ട് നോട്ടിക്കൽ മൈലുകൾ അകലെ വെച്ച് വാട്ടർ സല്യൂട്ട് നൽകി ആ കപ്പലിനെ സ്വീകരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് ഓർമ്മ. അങ്ങനെ സ്വീകരിച്ച് ഈ വിഴിഞ്ഞത്തിൻ്റെ കപ്പൽ ചാലിലേക്ക് കൊണ്ടുവന്നു. തുടർന്ന് കപ്പൽ ചാലിൻ്റെ അവസാന ഘട്ടത്തിൽ അതിനെ ഈ 4 ടഗുകൾ ചേർന്ന് ഉന്തി അല്ലെങ്കിൽ തള്ളി ഈ ബർത്തിന് സമീപത്തേക്ക് കൊണ്ടുവന്നു. രാവിലെ 9:27 ആ ബർത്തിങ് എന്ന് പറയുന്ന ആ നടപടിക്രമം പൂർത്തിയായതായി ഔദ്യോഗികമായി അറിയിപ്പ് ആ ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അനുജ സൂചിപ്പിച്ചതുപോലെ രാജ്യാന്തര തലത്തിൽ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയൊക്കെ ഈ സമുദ്ര വാണിജ്യ രംഗത്ത് ഒരു പുതിയ അധ്യായം തുറക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. അത് യഥാർത്ഥത്തിൽ സമുദ്ര വ്യാപാര വാണിജ്യ രംഗത്ത് ഒരു പുതിയ കാൽവെപ്പ്, പുതിയ കവാടമൊക്കെയായി വിഴിഞ്ഞം മാറിയിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ നേരിട്ടുമല്ലാതെയും കേരളത്തിലെ അവസരങ്ങളുടെ പ്രവാഹത്തിന് വഴിയൊരുക്കുന്നത് കൂടിയാണ് വിഴിഞ്ഞം പദ്ധതി എന്നതിൽ ആർക്കും തർക്കമില്ല. അത് GST വരുമാനം മാത്രമല്ല, കൊണ്ടുവരാൻ പോകുന്ന സ്വകാര്യ നിക്ഷേപം, തൊഴിലവസരങ്ങൾ, അതുപോലെ രാജ്യാന്തര കപ്പൽ ഗതാഗതത്തിൽ ഈ കാർഗോ ട്രാൻസ്പോർട്ടിങ്ങിലൊക്കെ കിട്ടാവുന്ന വലിയ പരിഗണന, അങ്ങനെ കേരളത്തെ കാത്തിരിക്കുന്നത് ഇത്തരത്തിൽ വലിയ അവസരങ്ങളുടെ ഒരു മഹാപ്രവാഹം തന്നെയാണ്. അതിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതായിരിക്കും വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അത് ബുദ്ധിപൂർവ്വം അതിനെ വിനിയോഗിച്ചാൽ കേരളത്തെ സംബന്ധിച്ചത് വലിയ നേട്ടം തന്നെയായിരിക്കും. എല്ലാ രാജ്യങ്ങളും ഈ തുറമുഖങ്ങളോടനുബന്ധിച്ച് വലിയ സമ്പദ് വ്യവസ്ഥ വളർന്ന് വികസിച്ച് വരികയും വലിയ നഗരങ്ങൾ ഉണ്ടാവുകയും അതിനെ അനുബന്ധമായി വലിയ തൊഴിലവസരങ്ങളും തൊഴിൽ മേഖലകളും പുതുതായി രൂപപ്പെട്ടു വരികയും ഒക്കെ ചെയ്യുന്ന നമ്മൾ കൊളംബോയിലും സിംഗപ്പൂരിലും ദുബായിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായ സാഹചര്യം വിഴിഞ്ഞത്തുണ്ട്. അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു തുറമുഖം നമുക്കുണ്ട്. അല്ലെങ്കിൽ പ്രകൃതി നൽകിയ സ്വാഭാവിക തുറമുഖം, ഓൾ വെതർ പോർട്ടാണ്. എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു തുറമുഖം, മദർ ഷിപ്പുകൾക്ക് എത്താൻ കഴിയുന്ന ഒരു മദർ പോർട്ട്, അങ്ങനെ പല പല പ്രത്യേകതകളുള്ള പ്രകൃതി സ്വമേധയാ നൽകിയ ആ നിലയിലുള്ള പ്രകൃത്യാ തന്നെയുള്ള ഒരു തുറമുഖം എന്ന നിലയിൽ നമുക്ക് എല്ലാ തരത്തിലും ഉപയോഗിക്കാൻ സാധ്യതകൾ ഉള്ളതാണ് ഈ തുറമുഖം. എനിക്ക് പിന്നിൽ കാണുന്ന ഈ പടുകൂറ്റൻ മദർ ഷിപ്പിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. പൂർണ്ണതോതിൽ ഇറക്കിയിട്ടില്ലെങ്കിൽ പോലും അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയും, എത്രത്തോളം ക്ഷമത അതിനുണ്ട് എന്നുള്ള പരിശോധന ആദ്യഘട്ടത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. കണ്ടെയ്നറുകളിൽ ചിലത് ഇറക്കി ബർത്തിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അത്തരം ക്രെയിനുകൾ അവിടെ പൂർണ്ണതോതിൽ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതേ ഉള്ളൂ. കുറേ ക്രെയിനുകൾ അതിനായി സജ്ജമാക്കിയിരിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഏതാണ്ട് 20-22 ക്രെയിനുകൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓട്ടോമേറ്റഡായ ക്രെയിനുകൾ, അതിൻ്റെയൊക്കെ പ്രവർത്തനക്ഷമത പരിശോധിക്കൽ കൂടിയാണ് ഈ ടെസ്റ്റ് റണ്ണിലെ ട്രയലിൽ നടക്കാൻ പോകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് നമ്മൾ ഈ തുറമുഖം കമ്മീഷൻ ചെയ്യുന്ന ഘട്ടമാകുമ്പോഴേക്കും എല്ലാ തരത്തിലും തുടർച്ചയായി സുഗമമായി പിന്നീട് ഈ തടസ്സങ്ങളൊന്നുമില്ലാതെ ഇത്തരം കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്നതിന് പര്യാപ്തമാണോ എന്നതിൻ്റെ പരിശോധന കൂടി ഈ 2-2.5 മാസം ഇവിടെ നടക്കാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊളംബോയിലാണ് അധികവും ഇന്ത്യയിലേക്ക് വരേണ്ട ഇത്തരം കാർഗോ ഷിപ്പുകൾ ആദ്യം എത്തുന്നത്. അവിടെ പുറംകടലിൽ ദിവസങ്ങളോളം കാത്തുകിടക്കേണ്ട അവസ്ഥ പല കാർഗോ കമ്പനികളും പറയാറുണ്ട്. അതൊരു പരാതിയായി. അത്തരം പരാതികൾക്കുള്ള ഒരു പരിഹാരം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ ചുറ്റി വളഞ്ഞ് കൊളംബോയിൽ പോയി അവിടെ ഇറക്കി അവിടുന്ന് ഫീഡർ വെസലുകളിൽ വീണ്ടും ഇന്ത്യയിലേക്ക് ഈ കാർഗോ എത്തിക്കേണ്ട അവസ്ഥ മാറുകയും വിഴിഞ്ഞത്തേക്ക് ആ കാർഗോ വെസലുകൾക്ക് എത്തുകയും ഇവിടെ ഫീഡർ വെസലുകൾക്ക് ഇവിടെ നിന്ന് കാർഗോ കയറ്റി വിവിധ തുറമുഖങ്ങളിലേക്ക് പോവുകയും ചെയ്യാവുന്ന അവസ്ഥ. നമ്മൾ ദുബായിലും സിംഗപ്പൂരിലും കൊളംബോയിലും ഇന്ത്യയുടെ നമ്മളുടെ സമുദ്രയാന മേഖലയിൽ സമീപ സ്ഥലങ്ങൾ ഇതാണ്. അവിടെ കിട്ടാവുന്ന എല്ലാ അവസരങ്ങളും അതിനേക്കാൾ കുറെ കൂടി മെച്ചമായി നമുക്ക് വിഴിഞ്ഞത്ത് നൽകാൻ കഴിയുമെന്നതാണ് പൊതുവെ എല്ലാവരും വിലയിരുത്തുന്നത്. ഈ
മാരിടൈം സെക്ടറുകളിലുള്ള ആളുകളുടെ പൊതുവായ വിലയിരുത്തലും അതുതന്നെയാണ്. രാജ്യാന്തര കാർഗോ കമ്പനികൾ അവരുടെ ജേണലുകളൊക്കെ ഇതിനോടകം തന്നെ വിഴിഞ്ഞത്തെ നന്നായി അവരുടെ ഫോക്കസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ വിഴിഞ്ഞത്തിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ സ്വാഭാവികത, അവിടെ അടിസ്ഥാന സൗകര്യങ്ങളെ പറ്റിയോ ഇതിനോടകം തന്നെ ഈ രാജ്യാന്തര ജേണലുകളിൽ അതിൻ്റെ ആർട്ടിക്കിളുകളൊക്കെ വന്നിട്ടുള്ളത് ഈ മേഖലയിലുള്ളവർ എത്ര ഗൗരവത്തോടെ വിഴിഞ്ഞം തുറമുഖത്തെ കാണുന്നു എന്നതിൻ്റെ കൂടി സൂചനകളാണ്. അങ്ങനെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വികസനത്തിലേക്ക് ഒരു പുതിയ കാൽവെപ്പിന്, ഒരു പുതിയ യുഗപ്പിറവിക്ക് എല്ലാ തരത്തിലും സാധ്യമാകുന്നതാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാം. അതുകൊണ്ട് വിഴിഞ്ഞം എന്നത് കേവലം ഒരു തുറമുഖം എന്നതിനപ്പുറത്തേക്ക്, ഒരു ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ ടെർമിനൽ എന്നതിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ ഭാവി, കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിൽ അതിനിർണായക പങ്ക് വഹിക്കാൻ പോകുന്നുണ്ട്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മദർ പോർട്ട്, ഒരു മദർ കണ്ടെയ്നറുകൾക്ക്, ഷിപ്പുകൾക്ക് എത്താൻ പറ്റുന്ന ഒരു പോർട്ട് എന്ന പരിഗണന വിഴിഞ്ഞത്ത് വരുമ്പോൾ അത് രാജ്യത്തെ സമുദ്ര വാണിജ്യ മേഖലയിൽ അത് വലിയ സംഭാവന നൽകുമെന്നത് നിസ്തർക്കമാണ്. അനുജ, അതെ, വികസനത്തിന്റെ അനന്തവിഹായത്തിൽ ഇനി വിഴിഞ്ഞത്തിന്റെ പേര് കൂടി പാറിക്കളിക്കും. ഇപ്പോൾ ട്രയൽ റൺ നടക്കുകയാണ്, കണ്ടെയ്നറുകൾ ഇറക്കുന്നു, ആ ജോലി അത് പുരോഗമിക്കുന്നു. നാളെയാകും ഔദ്യോഗിക സ്വീകരണം നൽകുക, അതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി അല്പസമയത്തിനകം പരിഗണിക്കും. കോടതി നടപടികൾ തത്സമയം സംപ്രേഷണം ചെയ്യും. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. R. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, ഇതൊരു തരത്തിലും വിശ്വാസ്യതയെ ബാധിച്ചിട്ടില്ല എന്ന സത്യവാങ്മൂലമാണ് കൊടുത്തിട്ടുള്ളത് കേന്ദ്രവും NTA-യും. അപ്പോൾ അത് ചില ഇടങ്ങളിൽ മാത്രം നടത്തിയിട്ടുള്ളൊരു ക്രമക്കേട്, അതുകൊണ്ട് മറ്റ് വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടുന്നത് ശരിയല്ല എന്നൊരു നിലപാടും സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്ന് വരാനിരിക്കുന്നു. എപ്പോഴാണ് കേസ് കേൾക്കുന്നത്? അനുജ, അല്പസമയത്തിനകം തന്നെ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ അത് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ 3-അംഗ ബെഞ്ച് പരിഗണിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 46-ാമതായാണ് ഈ കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുറയ്ക്ക് ആയിരിക്കും ഹർജി പരിഗണിക്കുക. ഇന്ന് പ്രധാനമായും പരിഗണിക്കപ്പെടുന്നത് ഈ 3 പേരും, അതായത് കേന്ദ്ര സർക്കാരും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും CBIയും റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട്. 3 പേരും ഈ ഒരു വിഷയത്തെ ഇതൊരു പ്രാദേശിക വിഷയമാണ്, അല്ലെങ്കിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടില്ല എന്നുള്ള നിലപാടാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് തന്നെയായിരിക്കും പ്രാഥമികമായി പരിശോധിക്കപ്പെടുക. CBI നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഈ പറഞ്ഞ പ്രാദേശികമായിട്ടുള്ള ഒരു സംഭവമാണ് എന്നതാണ്. അത് ജഡ്ജിയുടെ ചേംബറിലാണ് ആ തൽസ്ഥിതി റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. ഹർജിക്കാർക്ക് ആ പകർപ്പുകൾ നൽകിയിട്ടില്ല. മറിച്ച് കേന്ദ്രവും NTA-യും നൽകിയിരിക്കുന്നത് പുനഃപരീക്ഷ എന്നുള്ള ഒരു ഭാരം അത് കുട്ടികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് മുകളിലേക്ക് ഒരിക്കലും കൊണ്ടിടില്ല എന്ന ഉറപ്പ് അത് തങ്ങൾ വരുത്തുന്നു. ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെയും ഇനി നടക്കാൻ പോകുന്ന ഭാവിയിലെ പരീക്ഷകളുടെ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരും ഇന്നലെ അറിയിച്ചത്. പക്ഷേ ഈ മാർക്കുകൾ പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്ന മെരിറ്റുകളുടെ കാര്യത്തിലുണ്ടായിട്ടുള്ള വിവാദങ്ങൾ അത് ഒരു തരത്തിലും ഒരു അസ്വാഭാവികമായിട്ടുള്ള വിഷയമല്ല. മറിച്ച് പലയിടങ്ങളിലും കോച്ചിങ് സെൻറ്ററുകൾ ഉയർന്നിട്ടുണ്ട്. അത് ഈ മാർക്കിനെ കുട്ടികൾ നേടുന്ന, പ്രത്യേകിച്ച് 550-നും 720-നും ഇടയിൽ മാർക്ക് നേടുന്നതിന് ഒരു ഇടയാക്കി. അതിൽ കോട്ടയം അടക്കമുള്ള ജില്ലയുടെ കാര്യങ്ങൾ കൂടി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം IIT മദ്രാസിൻ്റെ റിപ്പോർട്ടാണ് കൂടി ഉൾപ്പെടുത്തിയാണ് സത്യവാങ്മൂലം കേന്ദ്രം ഫയൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പ്രാഥമികമായി സുപ്രീം കോടതി പരിശോധിക്കും. കാരണം കോടതി തന്നെ അറിയിച്ചത് പുനഃപരീക്ഷ എന്നുള്ള ഒരു ഇതിലേക്ക് കടക്കുമ്പോൾ പ്രത്യേകിച്ച് 23 ലക്ഷം വിദ്യാർത്ഥികളുടെയും ആശങ്ക അത് പരിഗണിക്കാതെ ഒരു തരത്തിലും പുനഃപരീക്ഷയിലേക്ക് കടക്കുവാൻ കഴിയില്ല. പരീക്ഷയുടെ മൊത്തം പവിത്രതയെ ഇത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ പുനഃപരീക്ഷ എന്നതിലേക്ക് കടക്കൂ എന്നും സുപ്രീം കോടതിയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഇടപെടൽ അത് 2 കൂട്ടർക്കും, ഹർജിക്കാർക്കായിരുന്നാലും കേന്ദ്രത്തിനായിരുന്നാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടലായിരിക്കും കോടതിയിൽ നിന്നും ഉണ്ടാവുക. അനുജ, ശരി, വളരെ പ്രധാനപ്പെട്ട ഉത്തരവ്. അത് എല്ലാ കണ്ണുകളും സുപ്രീം കോടതിയിലേക്കാണ്. അല്പസമയത്തിനകമായി ഹർജി കോടതി പരിഗണിക്കും. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിനായി ഇന്ത്യൻ ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കില്ലെന്ന് BCCI. ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലോ ശ്രീലങ്കയിലോ ആയി നടത്തണമെന്ന് ICC-യോട് ആവശ്യപ്പെടും. അടുത്ത ഫെബ്രുവരിയിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്ക് പാകിസ്ഥാനാണ് ആതിഥേയത്വം വഹിക്കുന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് വിവരങ്ങളുമായി. അനിൽ, ഇക്കാര്യം BCCI ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ടോ? എന്താണ് ഇതിൽ ICC-യുടെ നിലപാട്?
ഔദ്യോഗികമായി അറിയിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പക്ഷേ BCCIയിലെ ഉന്നതനെ കോട്ട് ചെയ്തുകൊണ്ട് വാർത്താ ഏജൻസിയായ ANI അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിലപാട് എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷമാണ് ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ ക്രിക്കറ്റ് ബന്ധങ്ങളും ഉപേക്ഷിച്ചത്. അവരുമായി ബൈലാറ്ററൽ സീരീസ് ഒന്നും തന്നെ കളിക്കുന്നില്ല. അങ്ങോട്ട് പോവുകയോ പാകിസ്ഥാനെ ഇന്ത്യയിലേക്ക് ബയലാറ്ററൽ സീരീസിനായി ക്ഷണിക്കുകയോ ചെയ്തിട്ടില്ല. ലോകവേദികളിൽ മാത്രമാണ് ഇന്ത്യ ഏറ്റുമുട്ടിയിട്ടുള്ളത്. അവസാനമായി ഏഷ്യ കപ്പിൽ പാകിസ്ഥാനിലായിരുന്നു നടത്തേണ്ടിയിരുന്നത്. പക്ഷേ ഇന്ത്യ വലിയ രീതിയിൽ സമ്മർദ്ദം നടത്തുകയും ഒടുവിൽ ഹൈബ്രിഡ് മാതൃകയിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന് മത്സരങ്ങൾ ശ്രീലങ്കയിൽ കൂടി വെക്കേണ്ടിയും ചെയ്തു. ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം നടന്നത് ശ്രീലങ്കയിലായിരുന്നു. പക്ഷേ ICC ടൂർണമെൻ്റ് ആയതിനാൽ ഇന്ത്യക്ക് ഇത്തവണ പാകിസ്ഥാനിൽ ചെല്ലാതെ തരമില്ലെന്നായിരുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും കരുതിയിരുന്നത്. അതിന് പ്രകാരം ഇന്ത്യയുടെ മത്സരങ്ങൾ ലാഹോറിൽ ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് ഫിക്സ്ചർ തയ്യാറാക്കി ICCക്ക് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ത്യ നിലപാടെടുത്തത്. ഒരു കാരണവശാലും പാകിസ്ഥാനിലേക്കില്ല. ഒന്നെങ്കിൽ ടൂർണമെന്റ് മാറ്റണം, അല്ലെങ്കിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ ഹൈബ്രിഡ് മാതൃകയിൽ ദുബായിലോ അല്ലെങ്കിൽ ശ്രീലങ്കയിലോ ആയി നടത്തണമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഈ നിലപാട് ഇന്ത്യ വൈകാതെ ICCയെ അറിയിക്കും. സത്യത്തിൽ ഈ വിഷയത്തിൽ ICC ആണ് വലിയ രീതിയിൽ ധർമ്മസങ്കടത്തിലായിരിക്കുന്നത്. ഇന്ത്യയെ പിണക്കാനുമാവില്ല, പക്ഷേ അവരുടെ കാലാകാലങ്ങളായിട്ടുള്ള നിയമം പാലിക്കുകയും വേണം. നേരത്തെയൊക്കെ ഇത്തരം ബഹിഷ്കരണങ്ങൾ നടത്തുമ്പോൾ ആ ടീമിനെ വിലക്കുന്നതായിരുന്നു ICCയുടെ ഒരു ചട്ടമുണ്ടായിരുന്നത്. പക്ഷേ BCCIയുടെ ഇന്ത്യൻ ടീമിനോട് അക്കാര്യം നടക്കില്ല. കാരണം ICCയുടെ വരുമാന സ്രോതസ്സിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് BCCI ആണ്. കൂടുതൽ പണം നൽകുന്നത് ഇന്ത്യൻ ആരാധകർ കളി കാണാൻ വന്നതുകൊണ്ട് മാത്രമാണ്. അങ്ങനെയുള്ള ഇന്ത്യയെ പിണക്കാൻ ഒരു തരത്തിലും ആവില്ല. ഇനി ICCയുടെ കോർട്ടിലാണ് പന്ത്. എന്താണ് അവർ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് അറിയാനുള്ളത്. ഇന്ത്യ എന്തായാലും ഒരു കാരണവശാലും പാകിസ്ഥാനിലേക്കല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ ടീമിനെ അയക്കില്ല എന്ന നിലപാട് BCCI സ്വീകരിക്കുമ്പോൾ ഇനി ICCയുടെ നിലപാട് എന്ത് എന്നത് കൂടി നിർണായകമാണ്. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ ചട്ടം 300 അനുസരിച്ച് വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ പ്രത്യേക പ്രസ്താവന നടത്തുകയാണ്. അധിക ബാച്ച് അനുവദിച്ചുള്ള പ്രസ്താവന തത്സമയം. 10ാം ക്ലാസ്സിൽ നിന്ന് തുടർ പഠന യോഗ്യത നേടിയ എല്ലാവർക്കും ഹയർ സെക്കൻഡറി പഠനത്തിന് അവസരം ലഭിക്കുന്നില്ല എന്ന കാര്യത്തിൽ കുറവുള്ള സീറ്റുകളുടെ എണ്ണം പരിശോധിച്ച് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ താൽക്കാലിക അഡീഷണൽ ബാച്ചുകൾ അനുവദിക്കുന്നതിന് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ഹയർ സെക്കൻഡറി വിഭാഗം അക്കാദമിക് ജോയിന്റ് ഡയറക്ടർ, മലപ്പുറം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവരെ ചുമതലപ്പെടുത്തി. പ്രസ്തുത കമ്മിറ്റി ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ സ്ഥിതി കണ്ണൂർ വിദ്യാഭ്യാസ ഉപമേധാവിയും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 1ാം സപ്ലിമെന്റ് അലോട്ട്മെന്റ് ലഭിച്ച അപേക്ഷകളും ലഭ്യമായ സീറ്റുകളും വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം, കാസർഗോഡ് ജില്ലയിലെ വിവിധ താലൂക്കുകളിൽ താൽക്കാലിക അധിക ബാച്ചുകൾ അടിയന്തരമായി അനുവദിക്കുന്നത് ഉചിതമാണെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ മുഖ്യഘട്ട അലോട്ട്മെന്റുകൾക്ക് ശേഷം പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ താലൂക്ക് അടിസ്ഥാനത്തിൽ വിഷയ കോമ്പിനേഷൻ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോൾ ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിഷയങ്ങളിൽ സീറ്റുകളുടെ കുറവ് സമിതി കണ്ടെത്തുകയുണ്ടായി. സീറ്റുകളുടെ കുറവ് പരിഹരിക്കുവാൻ ജില്ലയിലെ 85 സർക്കാർ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിച്ചതിൽ 74 സ്കൂളുകൾ സൗകര്യമുണ്ടെന്ന് കണ്ടെത്തി. പുതിയ താൽക്കാലിക ബാച്ച് അനുവദിക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് വിദ്യാലയങ്ങൾ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. 2024-25 വർഷത്തെ ഹയർ സെക്കൻഡറി മേഖലയിലെ വിദ്യാഭ്യാസ ആവശ്യകത സംബന്ധിച്ച് സംസ്ഥാനതല സമിതി ഇത് സംബന്ധിച്ച റീജിയണൽ സമിതികൾ ലഭ്യമാക്കിയ വിവരങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ സമിതി ഇനി പറയുന്ന ശുപാർശകൾ സർക്കാരിന്റെ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ 74 സർക്കാർ സ്കൂളുകളിലായി 120 ഹയർ സെക്കൻഡറി താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കാവുന്നതാണ്. കാസർഗോഡ് ജില്ലയിൽ 18 സർക്കാർ സ്കൂളുകളിലായി 18 ബാച്ചുകൾ താൽക്കാലികമായി അനുവദിക്കാവുന്നതാണ്. ഇനി പറയും പ്രകാരം താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നത് ഉചിതമാണെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സർ, ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷനിൽ 59 ബാച്ചുകളും കൊമേഴ്സ് കോമ്പിനേഷനിൽ 61 ബാച്ചുകളും കൂടി ആകെ 120 താൽക്കാലിക ബാച്ചുകൾ മലപ്പുറം ജില്ലയിൽ അനുവദിക്കുന്നത് നിലവിലെ സീറ്റ് ക്ഷാമം പരിഹരിക്കാൻ ഉതകുന്നതാണ്. 59 ഹ്യൂമാനിറ്റീസ് ബാച്ചുകളിലൂടെ ഒരു ബാച്ചിന് 60 എന്ന ക്രമത്തിൽ 3480 സീറ്റുകളും 61 കൊമേഴ്സ് ബാച്ചുകളിലൂടെ 3220 സീറ്റുകൾ ലഭ്യമാണ്. മലപ്പുറം ജില്ലയിലെ പുറമെ കാസർഗോഡ് ജില്ലയിലും വിവിധ താലൂക്കുകളിൽ സീറ്റുകളുടെ കുറവുണ്ട്. ഇത് പരിഹരിക്കാനായി ഒരു സയൻസ് ബാച്ചും 4 ഹ്യൂമാനിറ്റീസ് ബാച്ചുകളും 13 കൊമേഴ്സ് ബാച്ചുകളും ഉൾപ്പെടെ ആകെ 18 ബാച്ചുകളാണ് അവിടെ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലും കാസർഗോഡ് ജില്ലയുമായി ആകെ 138 താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നതിന് ഒരു വർഷം 14,90,00,000
40,000 രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യത പ്രതീക്ഷിക്കുകയാണ്. നേരത്തെ പരാമർശിച്ച റിപ്പോർട്ടുകൾ പ്രകാരം മലപ്പുറം ജില്ലയിൽ 74 സർക്കാർ സ്കൂളുകളിലായി 120 ഹയർ സെക്കൻഡറി താൽക്കാലിക ബാച്ചിൽ അനുവദിക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ 18 സർക്കാർ സ്കൂളുകളിലായി 18 ബാച്ചിൽ താൽക്കാലികമായി അനുവദിക്കുന്നു. ഇതോടെ +1 പ്രവേശനം സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായി പരിഹാരം കാണുമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. സീറ്റ് പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ചട്ടം 300 പ്രകാരം വിദ്യാഭ്യാസ മന്ത്രി പ്രത്യേക പ്രസ്താവന നടത്തിയത്. താത്കാലിക അധിക ബാച്ചുകൾ അനുവദിച്ചിരിക്കുന്നു മലപ്പുറത്തിനും കാസർഗോഡ് ജില്ലയ്ക്കുമായി. അതിൽ മലപ്പുറത്ത് 120 അധിക ബാച്ച്, കാസർഗോഡിന് 18 അധിക ബാച്ച് എന്നിങ്ങനെ. അത് പ്രശ്നപരിഹാരമാകുമെന്ന് മന്ത്രി പറയുമ്പോൾ പ്രശ്നപരിഹാരമാകുന്നില്ല എന്ന് ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. താത്കാലിക ബാച്ച് അല്ല വേണ്ടത് എന്നത് നേരത്തെ തന്നെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്ന കാര്യവുമാണ്. ഇപ്പോൾ 120 താത്കാലിക ബാച്ചുകൾ മലപ്പുറത്തും 18 താത്കാലിക ബാച്ചുകൾ കാസർഗോഡ് ജില്ലയിലും അനുവദിച്ചിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് ശുപാർശ കൂടി പരിഗണിച്ചാണ് ഇങ്ങനെയൊരു നടപടിയിലേക്ക് സർക്കാർ കടന്നിട്ടുള്ളത്. VA ഗിരീഷ് വിശദാംശങ്ങളുമായി. ഗിരീഷ്, ഇപ്പോഴും താത്കാലിക ബാച്ച് അനുവദിച്ചിരിക്കുന്നു, പക്ഷേ തത്കാലത്തേക്ക് ഇതിന് പ്രതിസന്ധിക്ക് പരിഹാരമാകും എന്ന് തന്നെ കരുതാം. പ്രതിപക്ഷം ഇതിൽ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. താത്കാലികമല്ല വേണ്ടത് എന്നത് നേരത്തെ തന്നെ അവർ പറഞ്ഞിട്ടുള്ളതുമാണ്. എന്താണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയുടെ വിശദാംശം? അനുജ, ഈ അക്കാദമിക വർഷത്തെ പ്രവേശന പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അധികമായിട്ടുള്ള താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ചട്ടം 300 അനുസരിച്ച് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നിയമസഭയിൽ നടത്തിയ പ്രത്യേക പ്രസ്താവനയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. പരിശോധനയിൽ നേരത്തെ തന്നെ അധിക ബാച്ചുകൾ വേണമെന്ന് കണ്ടെത്തിയിരുന്നു. മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലാണ് ഈ സീറ്റ് പ്രതിസന്ധി രൂക്ഷമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 2 ജില്ലകളിലും താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കണമെന്നായിരുന്നു പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെയും ശുപാർശ. ഇതേക്കുറിച്ച് പഠിച്ച 2-അംഗ സമിതിയും മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലെ വിവിധ താലൂക്കുകളിൽ പരിശോധന നടത്തി. ഇതിനുശേഷമാണ് ഇപ്പോൾ സർക്കാർ സ്കൂളുകളിൽ മാത്രമായി അധിക ബാച്ചുകൾ അനുവദിക്കാൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മലപ്പുറത്ത് 120 അധിക ബാച്ചുകൾ എന്നുള്ളതാണ്. ഒരു ബാച്ചിൽ 60 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്ന തരത്തിലാണ് ഇപ്പോൾ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. കാസർഗോഡ് 18 അധിക ബാച്ചുകളും ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നു. പക്ഷേ അപ്പോഴും പ്രതിപക്ഷത്ത് നിന്ന് PK കുഞ്ഞാലിക്കുട്ടി ഉന്നയിച്ച ഒരു സുപ്രധാനമായ ചോദ്യമുണ്ട്. ഈ പ്രശ്നത്തിന് അതുകൊണ്ട് പരിഹാരമാകില്ല എന്നുള്ളതാണ് PK കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാണിച്ചത്. കാരണം പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഇനിയും വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കാനുണ്ട് എന്നുള്ളതും പ്രതിപക്ഷം ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയുണ്ടായി. അനുജ, അതാണ് ഇപ്പോൾ നേരത്തെ തന്നെ കണക്കുകൾ വരുമ്പോൾ വടക്കൻ കേരളത്തിലെ അത് മലബാർ മാത്രമല്ല എന്നുള്ളതിന്റെ വിവരങ്ങൾ വന്നിരുന്നതാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് കാസർഗോഡും മലപ്പുറവും എന്ന തരത്തിലേക്ക് മാത്രം ഈ റിപ്പോർട്ടിൽ ശുപാർശ വന്നിട്ടുള്ളത്? മറ്റൊന്ന്, അധിക ബാച്ചുകൾ താത്കാലികമല്ല വേണ്ടത്, അതിന് സ്ഥിരമായ ഒരു പരിഹാരം എന്നുള്ളതായിരുന്നല്ലോ മുഖ്യമന്ത്രിയൊക്കെ കണ്ട് PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടതും. അനുജ, ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വിശദമായ ചർച്ചകൾ അതോടൊപ്പം തന്നെ കൂടിയാലോചനകളും നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന ഒരു വിശദീകരണം. കാരണം സ്ഥിരം ബാച്ചുകൾ അനുവദിക്കണമെങ്കിൽ അതിന് കോടിക്കണക്കിന് രൂപയുടെ അധിക ബാധ്യത ഓരോ സാമ്പത്തിക വർഷവും സർക്കാരിനുണ്ടാകും. ഇതിന് ധനവകുപ്പിന്റെ ഉൾപ്പെടെ അനുമതിയും അംഗീകാരവും ആവശ്യമാണ്. ഈ ചർച്ചകളിലേക്ക് സർക്കാർ ഇപ്പോൾ കടന്നിട്ടില്ല. താൽക്കാലികമായി ഈ പ്രശ്നം ഓരോ വർഷവും പ്രശ്നം പരിഹരിക്കുക എന്നുള്ള ഒരു നയസമീപനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും 94 അധിക ബാച്ചുകൾ അനുവദിച്ചിരുന്നു. ഈ വർഷം 120 അധിക ബാച്ചുകൾ മലപ്പുറത്തേക്ക് മാത്രമായി അനുവദിക്കുന്നു. സ്ഥിരം ബാച്ചുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങുമെന്നും ആണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത്. +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ മലപ്പുറത്തും കാസർഗോട്ടും അധിക ബാച്ചുകൾ താത്കാലികമായി അനുവദിച്ച് സർക്കാർ. വാർത്താമഴ അവസാനിക്കുന്നു.